ഹലോ മൈ ഫ്രണ്ട്സ്. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ഇടുന്നത്. ഇതിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഉണ്ട്. 2 ദിവസത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. ഞാനും ആര്യനും കുറച്ച് ലേറ്റായിട്ട് തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. പിന്നെ പതുക്കെ എഴുന്നേറ്റ് നമ്മൾ മുഖമൊക്കെ ഒന്ന് കഴുകി കുഞ്ഞിനെ കൊണ്ട് വെറുതെ വെളിയിലോട്ട് പോയി. രാവിലെ ചുമ്മാ അവനെ കൊണ്ട് വന്ന് നടക്കാനായിട്ട് ചുമ്മാ വീടിൻ്റെ ഫ്രണ്ടിലെ റോഡിലേക്ക് നമ്മളൊന്ന് ഇറങ്ങി കറങ്ങിയിട്ട് തിരിച്ച് വന്നു. പിന്നെ ഇന്ന് നമുക്ക് കഴിക്കാനായിട്ട് രാവിലെ ഇഡ്ഡലിയാണ്. ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ സാമ്പാറും ഉണ്ട്. അപ്പം നമുക്ക് രാവിലെ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ ആര്യനെ അവൻ്റെ അച്ഛനെ ഏൽപ്പിച്ചിട്ട് ഞാൻ കഴിക്കാനായിട്ട് പോയി. പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു രാവിലെ. അപ്പോൾ പിന്നെ കുറച്ച് നേരം അവൻ്റെ അച്ഛൻ്റെ കൂടെ അങ്ങനെ ഇരുന്ന് കളിക്കുന്ന സമയം കൊണ്ട് ഞാൻ പിന്നെ പോയി അവന് കുളിക്കാനുള്ള വെള്ളമൊക്കെ എടുത്ത് വെച്ചു. കുറച്ച് നേരം എണ്ണയൊക്കെ തേച്ച് കുറച്ച് നേരം അവിടെ അങ്ങനെ കിടത്താം. എണ്ണ തേക്കുമ്പോൾ ഒന്നും കരയത്തില്ല, പക്ഷേ കുറേ നേരം കിടന്ന് കഴിയുമ്പോഴത്തേക്കും ആശാന് മടിയാവും. അപ്പോൾ കരയാനൊക്കെ തുടങ്ങും. പിന്നെ കുഞ്ഞിൻ്റെ കണ്ണിന് ചെറിയൊരു വീക്കമുണ്ട്, എന്താണെന്ന് അറിയത്തില്ല, ഇനി അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരക്കുട്ടനായിട്ട് വന്നിട്ടുണ്ട്. അവൻ്റെ അച്ഛനെ നോക്കിയാണ് അവനിങ്ങനെ ചിരിക്കുന്നത്. അങ്ങനെ നിന്നപ്പോഴത്തേക്കും അവൻ്റെ അപ്പാപ്പ വന്നപ്പോഴത്തേക്കും കുറച്ച് നേരം അപ്പാപ്പയുടെയിലോട്ട് ചെന്നു. പിന്നെ കുറച്ച് നേരം അവനെ എടുത്തുകൊണ്ട് കിടന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുളിച്ച് കഴിഞ്ഞ ഉടനെ പിന്നെ അവൻ ഉറങ്ങിക്കോളും. അവനങ്ങനെ ഉറങ്ങി. പിന്നെ നമുക്കിന്ന് ഉച്ചയ്ക്ക് ക്യാബേജ് തോരനാണ് കൂട്ടാൻ. ക്യാബേജ് തോരനും പിന്നെ രസം വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് മീനൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ നല്ല ഒന്നാന്തരം പിഴുപുളയൊക്കെ ഇട്ട് വെച്ച് നല്ലൊരു രസം അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ രസമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആര്യൻകുട്ടനൊന്ന് ഉറക്കമൊക്കെ എഴുന്നേറ്റായിരുന്നു. പിന്നെ അവൻ്റെ അടുത്തോട്ട് പോയി. പിന്നെ കുറച്ച് നേരം കുഞ്ഞിനെയും കൊണ്ടിരുന്നു. പിന്നെ അമ്മ ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതും കൂടെ കറി വെച്ചു. പയർ കുറച്ചും കൂടെ വേകാനുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഉച്ചയ്ക്ക് നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പം നല്ല രസവും പയറുകറിയും കാബേജ് തോരനും പപ്പടം വറുത്തതും എല്ലാം കൂട്ടി ഒരു പിടി അങ്ങ് പിടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്കും പിന്നെ കുറച്ച് നേരം കണ്ണാടിയുടെ മുന്നിൽ നിന്ന് കുറച്ച് ഷോ ഒക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ആര്യൻ ഒന്നും കൂടെ ഉറങ്ങിയിട്ട് വീണ്ടും എഴുന്നേറ്റു. പിന്നെ ആര്യൻ്റെ കൂടെ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് കളിച്ചു. പിന്നെ കുറേ നേരം കുഞ്ഞിനോട് ഇങ്ങനെ ഇരുന്നു. ഇങ്ങനെ ഇരുന്നിരുന്ന് അവനങ്ങ് ഉറങ്ങിപ്പോയി. കുറച്ച് നേരം ഉറങ്ങത്തുള്ളൂ, വളരെ കുറച്ച് നേരം ഉറങ്ങും, പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കും. പിന്നെ ആ ഉറങ്ങുന്ന സമയം കൊണ്ട് ഞാൻ പിന്നെ എനിക്ക് കുറച്ച് തുണിയൊക്കെ മടക്കാനുണ്ടായിരുന്നു. ഞാൻ തുണിയൊക്കെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. അവൻ എണീക്കുന്നതിന് മുമ്പ് അത് ചെയ്യണം, അല്ലെ പിന്നെ ചെയ്യാനൊന്നും പറ്റത്തില്ല, സമ്മതിക്കത്തില്ല. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പോയി ചായ ഇട്ടായിരുന്നു. വൈകുന്നേരം ചായ മസ്റ്റാണ്. എനിക്കും അമ്മയ്ക്കും അച്ഛനും ഉള്ള ചായ ഇട്ടിട്ടുണ്ട്, വേറെ ആരും ഇപ്പോൾ ഇവിടെ ഇല്ല. പിന്നെ ചായ ഒരു ബ്രെഡും കൂടെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ആര്യൻ എഴുന്നേറ്റു. പിന്നെ അവനെയും കൊണ്ട് പിന്നെയും കുറച്ച് നേരമൊക്കെ നടന്നു. പിന്നെ നമുക്ക് രാത്രിയിലത്തേക്കാനായിട്ട് ചപ്പാത്തി ഉണ്ടാക്കണമായിരുന്നു, അതുണ്ടാക്കി കഴിഞ്ഞു. പിന്നെ നാളെ അനിയത്തി ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് വേണ്ടി പോകണം, അവൾ അഡ്മിറ്റ് ആവുകയാണ്. അപ്പോൾ അവളുടെ വേണ്ട സാധനങ്ങളൊക്കെ നമുക്കൊന്ന് പാക്ക് ചെയ്യണമായിരുന്നു. അപ്പം ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവളെല്ലാം എടുത്ത് വെച്ചു. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തായിരുന്നു എന്തൊക്കെയുണ്ടെന്ന്. ഈ ബാസ്ക്കറ്റിൽ നമ്മൾ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് വെച്ചേക്കുന്നത്. കുഞ്ഞിനുള്ള പാമ്പേഴ്സ് വെച്ചിട്ടുണ്ട്, പിന്നെ കുഞ്ഞിന് ഡ്രൈ ഷീറ്റ് ഉണ്ട്, പിന്നെ പ്ലാസ്റ്റിക് ഷീറ്റുണ്ട്. പിന്നെ മോഷനൊക്കെ പാസ് ചെയ്യുമ്പോഴത്തേക്ക് കുഞ്ഞിനെ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യാമല്ലോ. പിന്നെ ഡ്രൈ ഷീറ്റുണ്ട്. പിന്നെ ഇത് അവൾക്കുള്ള നൈറ്റിയൊക്കെയാണ്. അവിടെ വെള്ള നൈറ്റിയേ പറ്റത്തുള്ളൂ, വേറെ ഒന്നും പറ്റത്തില്ല. അപ്പം നമ്മൾ നൈറ്റിയൊക്കെ ആ കൂട്ടത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കവറിൽ നമ്മൾ ഡെലിവറിക്ക് കയറാൻ വേണ്ടിയിട്ട് ഉള്ള വെള്ളമുണ്ടും ഷർട്ടും ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അതെല്ലാം ഈ ബാസ്ക്കറ്റിൽ തന്നെ അങ്ങ് വെക്കും. അപ്പം കൂടെയുള്ളത് അമ്മയാണല്ലോ, അമ്മയ്ക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് സൗകര്യത്തിനായിട്ട് നമ്മൾ അതൊക്കെ ഇതിനകത്ത് തന്നെ അങ്ങ് വെക്കുവാണ്. പിന്നെ ബെഡ്ഷീറ്റുകളെല്ലാം ഇതിനകത്ത് ഫുൾ അവളുടെ ഡ്രസ്സ് ബെഡ്ഷീറ്റുകൾ വെച്ചിട്ടുണ്ട്. സെക്ഷൻ ആണെങ്കിൽ കട്ടിയുള്ള ബെഡ്ഷീറ്റൊക്കെ അവർ ചോദിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ബെഡ്ഷീറ്റുകൾ വെച്ചിട്ടുണ്ട്. അമ്മയുടെയും അവളുടെയൊക്കെ ഡ്രസ്സ് ഈ ബാഗിൽ സെപ്പറേറ്റ് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഈ ബാഗിൽ നമ്മൾ കുത്തി നിറച്ചിട്ടുണ്ട്. അവളുടെ ടോയ്ലറ്ററീസൊക്കെ ഉണ്ടല്ലോ, ബ്രഷും പൗഡറും കാര്യങ്ങളെല്ലാം നമ്മളിതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അങ്ങനെയെല്ലാം നമ്മൾ പാക്ക് ചെയ്തു. പിന്നെ നാളെ പോകുന്നതിൻ്റെ ഷോയാണ്. അലമാരിയൊക്കെ അടുക്കുവാണ്, നേരമില്ലാത്ത നേരത്ത് പാതിരാത്രിക്ക് അലമാരിയൊക്കെ അടുക്കുക. പിന്നെ എൻ്റെ ഇടയ്ക്ക് അമ്മ വന്നായിരുന്നു. പിന്നെ ഇത് രാത്രി നമ്മുടെ ഇവിടെ വണ്ടിമല അമ്പലത്തിൽ നിന്ന് പറ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിന്ന് പറ കൊടുത്തില്ല. അപ്പം മേളിലൊരു വീട്ടിൽ പോയപ്പോൾ നമ്മളത് വീഡിയോ എടുത്തായിരുന്നു. അപ്പം ആരും ഉറങ്ങിയിട്ടില്ല. അപ്പം ആരെയും കൂടെ കൊണ്ട് കാണിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞു കൊടുന്ന് ഉറങ്ങി. പിന്നെ പിറ്റേ ദിവസം തിങ്കളാഴ്ചയാണ്. അവൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് റെഡിയായി. രണ്ടുപേരും കൂടെ പോവാണ്. നമ്മുടെ ചെങ്ങന്നൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ, കുറച്ച് പോയാൽ മതി, വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒരു സ്കൂട്ടറിലേക്ക് അങ്ങോട്ട് പോകുന്നത്.
പാവൻ ടാറ്റയൊക്കെ തന്ന് ചിരിച്ചുകൊണ്ടൊക്കെയാണ് പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ നമ്മളിത് ടേസ്റ്റി ഹബ്ബിലേക്കുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ ഷോർട്ട് വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും ടേസ്റ്റി ഹബ്ബ്. അപ്പോൾ പിന്നെ മീൻകറിയുണ്ട്, കപ്പയും മീൻകറിയുണ്ട്, ബീഫുണ്ട്, ഏത്തയ്ക്കാപ്പോ ബീഫും ഉണ്ട്. അപ്പം ബീഫ് കറി നമ്മളിവിടെ ഉണ്ടാക്കും. അതുപോലെ തന്നെ ബ്രെഡും സ്റ്റൂ ഉണ്ട്. അപ്പോൾ സ്റ്റൂ നമ്മളിവിടെ ഉണ്ടാക്കും. അങ്ങനെ എല്ലാം റെഡിയായി, എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവനിപ്പോൾ വരും ഫുഡെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുഡ് കൊണ്ടുപോകണം. പിന്നെ എനിക്ക് ഒരുങ്ങണം, ഞാനും പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കയറിയിട്ട് വേണം ടേസ്റ്റി ഹബ്ബിലേക്ക് ഫുഡും ഒക്കെ ആയിട്ട് പോകാനായിട്ട്. അപ്പോൾ പിന്നെ അവൻ വന്നപ്പോഴത്തേക്കും ഞാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ റെഡിയായിട്ട് ഇനി ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നമ്മൾ ടേസ്റ്റി ഹബ്ബിലേക്ക് പോകും. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. അവർ പോയപ്പം അവരുടെ ബാഗൊന്നും എടുത്തിട്ടില്ലായിരുന്നു, ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് അഡ്മിഷനൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ പുറകെയാണ് ഡ്രസ്സൊക്കെ കൊണ്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് നമ്മൾ അപ്പം തന്നെ തിരിച്ച് പോവുകയാണ്. ടേസ്റ്റി ഹബ്ബിലേക്കാണ് നമ്മൾ പോകുന്നത്, ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നില്ല. പിന്നെ പോകുന്ന വഴി നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി കടയിൽ കയറണമായിരുന്നു. പിന്നെ കടയിൽ കയറി നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ കടയിലേക്ക് പോവുകയാണേ. അങ്ങനെ നമ്മളിത് ടേസ്റ്റി ഹബ്ബിൽ എത്തിയിട്ടുണ്ട്. ടേസ്റ്റി ഹബ്ബിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നുള്ളത് നമ്മൾ വേറൊരു ദിവസം നമ്മളൊരു ലോങ് വീഡിയോ ഇടാം. പിന്നെ എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ അവിടെ നിന്നൊരു ചായയും ഏത്തയ്ക്കാപ്പവും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മിസ്റ്റർ വിനോദ് വന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ആര്യൻ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. കുറേ നേരമായിട്ട് കുഞ്ഞിൻ്റെ അടുത്തൊന്ന് മാറി നിൽക്കുകയാണ്. അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇങ്ങനെ ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ അതിൻ്റേതായ പോരായ്മകൾ കാണും, നിങ്ങൾ ക്ഷമിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പിന്നെ അത്രയൊക്കെ ഉള്ളൂ. നമുക്കിനി വേറൊരു വീഡിയോ കാണാം. ബൈ.